കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യൂദ എഴുതിയ ലേഖനം, അതിൻ്റെ 3-ാം വാക്യവും 5-ാം വാക്യവും. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്കെഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്നെനിക്ക് തോന്നി. 5-ാം വാക്യം, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതിരുന്നാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും? നമുക്കെന്താണ് കിട്ടിയത് എന്നുള്ള വില നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയ അബദ്ധത്തിൽപ്പെടും. ഇവിടെ പറയുന്നു, ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ നമ്മൾ കർത്താവിൽ വന്നു, വിശ്വസിച്ചു, നമ്മളവനെ ആരാധിക്കുന്നു, സഭയിൽ വന്നു, കൂട്ടായ്മ ആചരിക്കുന്നു. ഈ പോരാട്ടം എന്നുള്ള വിഷയം നമ്മൾ അറിയുന്നില്ലെങ്കിലോ? പോരാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോടാ വഴക്ക്? നമുക്ക് മനുഷ്യരോട് ആരോടും ശത്രുതയില്ല. നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരെയും സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വരുന്നെന്ന് പറയുമ്പോൾ കരയുന്നത് ആരാണ്? സഭയാണ്. യുദ്ധം നടക്കുന്നതെന്ന് കേൾക്കുമ്പോൾ, ആൾക്കാർ പട്ടിണിയാണെന്ന് കേൾക്കുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഇനി പോട്ടെ, വ്യക്തിപരമായി ഒരുത്തിൻ്റെ കല്യാണം നടക്കുന്നില്ല, കടബാധ്യതയാണ്, ആത്മഹത്യയുടെ വക്കീലാണ്, ആരാണ് പ്രാർത്ഥിക്കുന്നത്? സഭയാണ് കരയുന്നത്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ കരച്ചിലേ ഉള്ളൂ, പ്രാർത്ഥനയേ ഉള്ളൂ, ഒന്നും കൊടുക്കത്തില്ല. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട പോലെ സഭ കൊടുക്കുന്നുണ്ട്. ഇനി കൊടുത്ത് പ്രശ്നം തീർക്കാൻ പറ്റുന്നുണ്ടോ? യുദ്ധം നിർത്താൻ പറ്റുമോ? പട്ടിണി പാവങ്ങൾ, വിശപ്പ് കൊണ്ട് മരിക്കുന്നവർ, എന്താ കോടിക്കണക്കിന് രൂപ ഉണ്ടായിട്ടും അവരുടെ വിശപ്പ് മാറ്റാൻ പറ്റാത്തത്? പ്രാർത്ഥനയ്ക്ക് കഴിയുന്ന കാര്യങ്ങളുണ്ട്, പ്രാർത്ഥനയ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങളുടെ വിഷയം പ്രാർത്ഥനയ്ക്ക് മാത്രം കഴിയുന്നു. കുടുംബത്തകർച്ചകൾ, ആത്മഹത്യകൾ പ്രാർത്ഥനയ്ക്ക് മാത്രം കഴിയുന്ന വിഷയങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഈ കൂട്ടത്തിൽ നടക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളെ ഒരിക്കലായി ഏൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അതേതാണ്? അത് ഈ യൂദായുടെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ആത്മീയ വർധന, നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് തന്നെ വരുത്താൻ പറ്റിയ കാര്യമാണ് ആത്മീയ വർധന. ആത്മീയ വർധന നിങ്ങൾ തന്നെ വരുത്തണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്നു, ജിമ്മിൽ പോയി ജിം അടിക്കുന്നു. എന്തിനാ? നമ്മുടെ ശരീരം പുഷ്ടിപ്പെടാൻ. ഇത് വേറൊരുത്തൻ ചെയ്തു തരേണ്ടതാണോ? നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ലേ? ഇതുപോലെയാണ് ആത്മീയ വർധന. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയും? പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കൂട്ടായ്മയിൽ പങ്കെടുക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ച് അത് സ്വീകരിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോൾ മാറുക, ലെവലങ്ങ് മാറുകയാണ്. ആത്മീയ വർധനയുടെ ലെവലപ്പം മാറുകയാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവൻ ദൈവത്തോട് സംസാരിക്കുന്നു. കണ്ടോ? സാധാരണക്കാരാണേ, പക്ഷേ ലെവല് മാറി. പണ്ട് ഇങ്ങനെ റഷ്യ ഒരു ശക്തിയായിരുന്ന സമയത്ത് റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും കൂടെ സംസാരിക്കുന്ന ആ ഫോൺ വിളിയുടെ പറയുന്ന പേരാണ് ഹോട്ട് ലൈൻ. ഇവിടെ അതിനേക്കാൾ വലിയ ഹോട്ട് ലൈൻ സാധാരണ ഒരു കൽപ്പണിക്കാരന് കിട്ടുകയാണ്, ഒരു വർക്ക്ഷോപ്പ് പണിക്കാരന് കിട്ടുകയാണ്, ഒരു സർക്കാർ ജീവനക്കാരന് കിട്ടുകയാണ്, ക്ലർക്കിന് കിട്ടുകയാണ്, ഒരു ബിസിനസ്സുകാരന് കിട്ടുകയാണ്, ഒരു വീട്ടമ്മയ്ക്ക് കിട്ടുകയാണ്. ഹോട്ട് ലൈൻ വിത്ത് ഗാഡ്. ഇതുകൊണ്ട് നമ്മൾ ഈ സാധാരണ ആൾക്കാർ പറയുന്നത് പണിയൊക്കെ ചെയ്യുന്നവർ മോശക്കാരായ കൊണ്ടാണോ? അല്ല. വിശ്വാസത്തിൽ സമ്പന്നരാകേണ്ടതിന് കർത്താവ് ദരിദ്രരായവരെ തിരഞ്ഞെടുത്തു. കണ്ടോ? ഈ കാശുണ്ട്, വീടുണ്ട്, ബിസിനസ്സുണ്ട്, അവന് പള്ളി വിളിച്ചാൽ വരുമോ? അപ്പോൾ പുറമേ നോക്കുന്നവൻ ഭാഗ്യവാനെന്ന് പറയുന്നവൻ യഥാർത്ഥത്തിൽ നിർഭാഗ്യവാനല്ലേ? നമ്മുടെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ക്ലേശങ്ങളൊക്കെ നമ്മളെ സഭയിലെത്തിച്ചെങ്കിൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് നേടാൻ ഇതിടയായില്ലേ? രൂത്തിന് ആ ബുദ്ധിമുട്ടും ക്ഷാമവും ഭർത്താവിൻ്റെ മരണവും എല്ലാം കഷ്ടപ്പാടും വന്നുകൊണ്ട് അവൾ അമ്മായിയമ്മയുടെ കൂടെ ഇസ്രയേലിൽ വന്നു. അതുകൊണ്ട് അവൾ സമ്പന്നനായ ബോവസിൻ്റെ ഭാര്യയായി. അവിടെ കൊണ്ട് കർത്താവ് നിർത്തിയില്ല, യേശുവിൻ്റെ വല്യമ്മച്ചിയായി, യേശുവിൻ്റെ വംശാവലിയിൽ വന്നു, ഇന്നും ജീവിക്കുന്നു. എത്ര മനോഹരമാണ്!
വിശ്വാസത്തിന് വേണ്ടി പോരാടണം. അപ്പോൾ ഈ പോരാട്ടം പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ രണ്ടാമത് വായിച്ച വാക്യം, 5-ാം വാക്യം, മിസ്രയീമിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് ജനത്തെ മോശയാൽ വീര്യപ്രവൃത്തികളാൽ കർത്താവ് വിടുവിച്ചു കൊണ്ടുവന്നു. ചെങ്കടൽ അത്ഭുതകരമായി ഡിവൈഡ് ചെയ്ത് ഇവരെ കൊണ്ടുവന്നു. മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുത്തു, പാറയിൽ നിന്നുള്ള വെള്ളം കൊടുത്തു. ഇവർ മേഘത്തണലിലായിരുന്നു. രാത്രി ഇവർക്ക് അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. വലിയ വിഷമുള്ള അഗ്നിസർപ്പങ്ങളും തേളുകളുമുള്ള മരുഭൂമിയിൽ ഒരാപത്തും കൂടാതെ ഇവരെ സുരക്ഷിതമായി നടത്തി. അപ്പോൾ ഇവരോർത്ത് രക്ഷപ്പെട്ട് ഇനിയൊന്നുമില്ല. അങ്ങനെയല്ല, നിർഗുണന്മാരായിരിക്കാൻ പാടില്ലായിരുന്നു. ഇവർ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടായി. പിറുപിറുക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിൽ ഇവർ പിറുപിറുത്തു. മോശയോട് കലഹിച്ചു. അവരെ നടത്തിക്കൊണ്ടുവന്ന ഉപദേശിയോട് കലഹിച്ചു. ഇവർ നിരാശപ്പെട്ടു. ഇവർക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. അടിമത്തത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടെ കിടന്ന് കരയായിരുന്നു. വല്ലവൻ്റെ അടിയും കൊണ്ടിട്ട് ആട്ടും തുപ്പും കേട്ടിട്ട് മനസ്സും തകർന്ന് ശരീരവും തകർന്ന് കണ്ണും കുനിഞ്ഞ് കുനിഞ്ഞ് നടന്നവരെ ഇപ്പം നെഞ്ചും പിരിച്ച് നടക്കാൻ പരുവത്തിലാകിയപ്പോൾ തിരിച്ചു പോകണമെന്ന് കൊതി കാണിച്ച് മേഘത്തണലിരിക്കുന്നവൻ, അഗ്നിത്തൂണിൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നവൻ, സ്വർഗീയ മന്ന കഴിക്കുന്നവൻ, ഇതും പോരാഞ്ഞിട്ട് നല്ലൊരു ദേശത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ സൂപ്പറായ വീട്ടിൽ താമസിപ്പിക്കാം, സ്വന്തം സ്ഥലം തരാം, വാഗ്ദത്തൊക്കെ ഉണ്ടായിട്ടും കൊതി കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്ന് കൊതി കാണിച്ചു. അപ്പോൾ കാണിക്കാൻ പാടില്ലാത്ത ചില പരിപാടികൾ കാണിച്ചു. ഇതും പോട്ടെ, വാഗ്ദത്ത ദേശത്തിൻ്റെ അതിരിൽ ചെന്നു നിങ്ങൾ പോയി കൈവശമാക്കാൻ പറഞ്ഞപ്പോൾ ഈ ചെങ്കടലിൽ വിളർന്നതും മന്ന കിട്ടിയതും മറ്റു കാര്യങ്ങളെല്ലാം മറന്നിട്ട് കൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാതെ അവിശ്വാസം കാണിച്ച് അവർ ഞങ്ങളെക്കാൾ ബലവാന്മാരാണെന്ന് പറഞ്ഞ് നമ്മൾ പറയുമോ നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലെന്ന്. നമ്മളും ഇത് തന്നെ ചെയ്യുന്നത്. കർത്താവ് വലിയ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റെ നോക്കരുത്, നമ്മുടെ കഴിവിനെ നോക്കരുത്, നമ്മളെ വിളിച്ച ദൈവത്തെ നോക്കണം. നിങ്ങളിലൊരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ പത്സിക്കാതെ ഔദാര്യമായി തരുന്ന ദൈവത്തോട് ചോദിക്കട്ടെ, എന്നാൽ അവന് ലഭിക്കും. എന്നാൽ അവൻ സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം. കണ്ട, വിശ്വാസം ലൈഫിൻ്റെ എല്ലാ മേഖലയിലും വരികയാണ്. മരുഭൂമിയെ ഉദ്യാനമാക്കുന്നത് എന്താണ്? വിശ്വാസമാണ്. നിർജ്ജന സ്ഥലത്ത് നദികൾ ഒഴുക്കുന്നത് എന്താണ്? വിശ്വാസമാണ്. കടബാധ്യത മാറ്റുന്നത് എന്താണ്? വിശ്വാസമാണ്. കുടുംബങ്ങളെ പണിയുന്നത് എന്താണ്? വിശ്വാസമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നദിയല്ല ഒഴുകുന്നു, നദികൾ സർവ്വ മേഖലയിലും ടച്ച് ചെയ്യുന്നതാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്ന ഒരു നിധി നമുക്ക് തന്നു, അത് കുഴിച്ചിട്ടിരിക്കുകയാണ്. വല്ല ഫലമുണ്ടോ? കർത്താവ് 3 പേരെ വിളിച്ചു. ഒരുത്തിന് 5 കിലോ സ്വർണം, ഒരുത്തിന് 2 കിലോ സ്വർണം, ഒരുത്തിന് 1 കിലോ സ്വർണം. 5 കിലോ സ്വർണം കിട്ടിയവനും 2 കിലോ സ്വർണം കിട്ടിയവനും അതുകൊണ്ട് ബിസിനസ് ചെയ്ത് പിന്നെയും സമ്പാദിച്ചു. 1 കിലോ സ്വർണം കിട്ടിയവനെ അവൻ പറമ്പിൽ വന്നത് കുഴിച്ചിട്ടിരിക്കുകയാണ്. വല്ല ഫലമുണ്ടോ? എന്നിട്ട് പട്ടിണി കിടക്കുക. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, ദാഹിച്ച് തൊണ്ട വരണ്ടോണ്ട് മുന്തിരിച്ചക്കാട്ടുന്നു, പട്ടിണി കിടന്നുകൊണ്ട് കറ്റ ചുമക്കുന്നു. കഷ്ടമല്ലേ അത്? കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായിട്ട് പോരാടണം. ഇനി പോരാടിയില്ലെങ്കിലും ഒരു ദേവദാസൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് വലിക്കുമ്പോൾ പോയില്ലെങ്കിൽ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ആളുണ്ട്, വലിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ളൊരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പോസിറ്റീവായ വേർഡ് പറയുന്നതിനേക്കാളും ഇൻസൾട്ട് ചെയ്യുന്നവരും വാക്കുകൾ കൊണ്ട് കൊല്ലുന്ന ആൾക്കാരുമുള്ളൊരു തലമുറ. മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ആ വാക്കിൻ്റെ പിന്നിലൊക്കെ ഒരു ദുരാത്മാവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതല്ലേ? പുറകോട്ട് വലിക്കാൻ, കൊല്ലാൻ ഇവിടെ സാത്താനും അവൻ്റെ സൈന്യവുമുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ നോക്കുക. പിന്നീട് 6-ാം വാക്യത്തിൽ പറയുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ചങ്ങലയിലിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വാഴേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ കുടുംബം ആരാ വാഴേണ്ടത്? കർത്താവിൽ ഭർത്താവാണ് വാഴേണ്ടത്. മക്കളെ വാഴേണ്ട സമയത്ത് വാഴാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ പത്യോപദേശത്തിൽ ദൈവഭക്തിയിൽ വളർത്താതിരുന്നാൽ, ഗുണദോഷിക്കേണ്ട സമയത്ത് ഗുണദോഷിക്കാതിരുന്നാൽ, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കാതിരുന്നാൽ, ഭാര്യയായിട്ടുള്ള ബന്ധം, ഭർത്താവുമായിട്ടുള്ള ബന്ധം ഭാര്യയും കർത്താവിൽ സൂക്ഷിക്കാതിരുന്നാൽ, നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ നിങ്ങളുടെ കീഴുദ്യോഗസ്ഥൻ നിങ്ങളെ ഭരിക്കുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ വന്നാൽ, ദൈവഭക്തനായ കർത്താവുള്ള നിങ്ങൾ ഭയപ്പെട്ട് നടക്കുന്നവനായാൽ, അവിടേക്ക് നിങ്ങൾ വാഴേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങൾ വാഴാതിരുന്നാൽ ആദാമിനും ഹവ്വയ്ക്കും പറ്റിയ അബദ്ധം പറ്റും. ആദാം പേരിട്ടതാണ് പാമ്പിന് പാമ്പെന്ന്. അവൻ ആ പേരിടാൻ കാര്യം അവൻ ഉപായിയായതുകൊണ്ടാണ്.
ഓരോത്തിൻ്റെ സ്വഭാവം നോക്കിയാണ് പേരിട്ടത്. അത് ഹവ്വയോടും പറഞ്ഞിട്ടില്ലേ, ഹവ്വയ്ക്കും അറിയാം. എന്നിട്ട് അവൻ വന്ന് ഇവരെ വാണു, അവൻ്റെ തോട്ട് ഇവർക്ക് കൊടുത്തു, ഇവരതനുസരിച്ചു. അവിടെയാണ് വീഴ്ച വരുന്നത്. നമ്മൾ വാഴേണ്ട സാഹചര്യങ്ങളുണ്ട്. അത് പൗലോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ കേസുണ്ടായിട്ട് അവിശ്വാസിയുടെ നിങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പോയിരിക്കുന്നു. സമൂഹത്തിലെ മാന്യനാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവനെ, വിശ്വാസമില്ലാത്തവന് വിശ്വാസിയുടെ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വിളിച്ചിരിക്കുന്നെന്ന്. നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയെന്ന്. അപ്പോൾ അറിയണം നമ്മളാരാണ്, നമ്മുടെ അകത്ത് വന്ന ജീവൻ എന്താണ്, ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം എന്താണ്. യേശു കർത്താവിൻ്റെ ജീവനാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ജീവനാണ് നമുക്ക് തന്നിരിക്കുന്നത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. നമ്മൾ സഭയായിട്ട് കൂടുമ്പോൾ അത് ഈ ലോകത്തിലെ ഏതൊരു വലിയ സൈന്യത്തെക്കാളും ശക്തിയുള്ളതാണ്. ദൈവം ആഗ്രഹിക്കുന്ന കണക്കൊരു സഭായോഗം നടക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. പിന്നീട് പറയുന്നു, സോദോം ഗൊമോറ അവർ ദുർദടപ്പാചരിച്ച് അന്യജടം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ആർക്ക് ദൃഷ്ടാന്തമായി? ലോകത്തിന് മുഴുവനും ദൃഷ്ടാന്തമായിട്ട് കിടക്കുകയാണെന്ന്. എന്താ കാര്യം? സോദോം ഗൊമോറ അവരും കർത്താവായിട്ട് എന്താ ബന്ധം? സ്വന്തം ജനം തെറ്റിപ്പോയാൽ നോക്കിയാൽ പോരെ? അവിടെയാണ് ഇതിൻ്റെ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സോദോമിനെയും ഗൊമോറയൊക്കെ പണ്ട് വേറെ രാജാക്കന്മാർ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. അന്ന് അബ്രഹാം പോയി ഇവരെ മോചിപ്പിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ദൈവത്താൽ ഒരു വിടുതൽ പ്രാപിച്ചതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അയ്യോ, ഞങ്ങൾ ക്രിസ്ത്യാനികളൊന്നും അല്ല, ഞങ്ങൾ പ്രാർത്ഥനക്കാരല്ല, ഞങ്ങൾ പള്ളി വരുന്നവരല്ല. എടാ, ദൈവത്തിൻ്റെ സൗഖ്യം നിനക്ക് കിട്ടിയതാണോ? ദൈവത്തിൻ്റെ പ്രൊവിഷൻ നിനക്ക് കിട്ടിയതാണോ? നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതാണോ? നിൻ്റെ കുഞ്ഞുങ്ങളെ കാത്തതാണോ? നീ അനുഭവിച്ചോ ദൈവത്തിൻ്റെ നന്മ? അത് നിൻ്റെ അകത്ത് നിനക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഈ ലോകത്തിൻ്റെ മലിനതയിൽ, ദുർനടപ്പിൽ നീ വീണു പോകരുത്. പോയാൽ നീ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, പിന്നീട് താഴത്തോട്ട് നമ്മൾ വായിച്ചാൽ അറിയാം, കർത്താവ് തന്ന കൃപ അത് സൂക്ഷിക്കാം, കളയാം, അങ്ങനെ ഒരു വഴിയിലാണ് പോകുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ പോരാട്ടം എന്ന് പറയുന്നത്. തെറ്റിപ്പോയ കുറേ ആൾക്കാരെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സഭയിൽ വന്ന് കുടുംബവും ജീവിതവും അനുഗ്രഹമാക്കാമായിരുന്നു, മറിച്ച് അവിടെ അവർ തെറ്റിപ്പോയി. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അവർ സഭയെ ഉപയോഗിക്കാൻ നോക്കി. സഭയുടെ തലയായവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നോട്ട് ചെയ്യുകയാണെന്ന് അവരറിഞ്ഞില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്സാഹത്തോടെ വിശ്വാസത്തിൻ്റെ പോരാടാം. അലസന്മാരാകരുത്. അലസത കൊണ്ട് ഒരു ഗുണവുമില്ല. യാക്കോബ് ലാബാൻ്റെ നാട്ടിൽ ചെന്നു. അപ്പോൾ നോക്കി, അവന് ആരുമില്ല കൺട്രോൾ ചെയ്യാൻ. പക്ഷേ അവൻ തീരുമാനമെടുത്തു, ഞാനിങ്ങനെ വെറുതെ ഭക്ഷണം കഴിച്ച് ജോലി ചെയ്യാതെ ജീവിക്കുന്ന കൾച്ചറല്ല എൻ്റെ കുടുംബത്തിൻ്റെ. അവനവിടെ ഹാർഡ് വർക്ക് ചെയ്തു. ആ ദേശത്തിൻ്റെ പ്രത്യേകത അറിയാല്ല, കിണറ്റിൻ്റെ വായ്ക്ക് എന്ന് കല്ല് ഉരുട്ടി മാറ്റുന്നത് ഭാരമാണെന്നും പറഞ്ഞുകൊണ്ട് വേറെ ടീം വന്ന് അത് ഉരുട്ടി മാറ്റിയിട്ട് വെള്ളം കോരാമെന്നും പറഞ്ഞിരിക്കുന്ന ഇടയന്മാരുള്ളൊരു നാടാണ്. ഈ മനുഷ്യൻ ചെന്നിട്ടുണ്ടല്ലോ, ആ നാടിൻ്റെ കൾച്ചറങ്ങ് മാറ്റി. ലാബാന് അല്പമേ ആടുണ്ടായിരുന്നുള്ളൂ, ഈ മനുഷ്യൻ കാരണം വർദ്ധിച്ചു. ഇവൻ്റെ മേലൊരു ദൈവാനുഗ്രഹം ഉണ്ട്, അതൊരു വശം. മറുവശത്ത് അവൻ തന്നെ പറയുന്നുണ്ട്, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും എൻ്റെ കണ്ണു മങ്ങി, എൻ്റെ ശരീരം ക്ഷീണിച്ചു, പക്ഷെ വർദ്ധിച്ചു. അത് കാരണം അന്തസ്സായിട്ട് 20 വർഷം കഴിഞ്ഞ് കുടുംബമായിട്ട് തിരിച്ചു പോരുമ്പോൾ വലിയ സമ്പന്നനുമായി പുറകെ പിടിക്കാമെന്നവനോട് ദൈവം കൽപ്പിച്ച്, യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാം. അത് അനുഗ്രഹമാണെന്നേ. നമുക്ക്, നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും തലമുറകൾക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക്, സഭയ്ക്ക് അനുഗ്രഹമാണ്. താഴെ പറയുന്നുണ്ട്, ചിലരോട് കരുണ ചെയ്യുവീൻ, ചിലരെ വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ചിലർക്ക് ഭയത്തോടെ കരുണ ചെയ്യുവീൻ. മറ്റുള്ളവരോട് കരുണ ചെയ്യാൻ പാകത്തിന്, മറ്റുള്ളവരെ പൊക്കിയെടുക്കാൻ പാകത്തിന് ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യും, ശക്തി തരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ വർദ്ധിക്കട്ടെ, നിങ്ങൾ വളരട്ടെ. ആമേൻ.